ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സിലബസ് ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് ഞാൻ പഠിച്ച് തീർക്കുകയാണ് എന്നതിനൊപ്പം തന്നെ നമ്മൾ കൃത്യമായിട്ട് റിവിഷൻ ചെയ്യണം. അതേപോലെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് നല്ലപോലെ ഓർത്തിരിക്കാൻ വേണം. എന്നാലല്ലേ നമുക്ക് എക്സാമിന് പോയി നല്ലപോലെ ഇത് ഉറപ്പിച്ചിട്ട് നെഗറ്റീവ് ഇല്ലാതെ വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഡേറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ഒരുവിധം ഹിസ്റ്ററിയിലുള്ള എല്ലാ ഡേറ്റ്സും അതെല്ലാം ഞാനൊരു ബുക്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഓൾറെഡി എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ്സ് പഠിക്കാൻ വേണ്ടി മാത്രം ഒരു ടൈം കണ്ടെത്തുക. പിന്നെ അതേപോലെ ഇതുപോലത്തെ ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രം, എന്തെങ്കിലും പേരുകൾ പഠിക്കാൻ, ഓർഗനൈസേഷൻസ് പഠിക്കാൻ, അതിന് വേണ്ടി മാത്രം ഒരു പ്രത്യേകം ടൈം വെക്കുക. എന്നിട്ട് അത് കൃത്യമായി ഇത്രയും ദിവസം ചുമ്മാ ഒരുപാട് വലിയ എഫേർട്ടൊന്നും എടുത്ത് പഠിക്കണ്ട, പക്ഷേ എന്തെങ്കിലും ഒരു കണക്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും കോഡോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും കുറച്ച് സമയം 10 മിനിറ്റ് അത്രയൊക്കെ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറേ ദിവസം കഴിയുമ്പോഴത്തേക്കിനും അത് നല്ലപോലെ ഉറയ്ക്കും. അപ്പോൾ നമുക്കിങ്ങനെ ഒരു മാച്ചിങ് ക്വസ്റ്റ്യൻസൊക്കെ വരുമ്പോഴും അതേപോലെ അങ്ങനെ കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള മാർക്ക് നമ്മൾ വെറുതെ കൊണ്ട് കളയണ്ടല്ലോ. പിന്നെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് കഴിയുന്നതും ഏറ്റവും രാവിലെ ആദ്യം തന്നെ നമുക്ക് പഠിക്കുക. അത്ര ഒരു വലിയ ജോലി അങ്ങ് ഒഴിവാക്കി വിടുക. കാരണം രാവിലെ നമ്മൾ എണീക്കുമ്പോൾ അത്രയും ഒരു നമുക്ക് ഭയങ്കര മടിയുള്ള വൈകുന്നേരം വരെ മാറ്റി വെക്കുന്നൊരു ജോലി അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്തൊരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് പഠിക്കാം. പിന്നെ അതല്ല മോർണിംഗ് വളരെ പോസിറ്റീവായിട്ട് നല്ല ഇഷ്ടമുള്ള സബ്ജക്റ്റാണ് പഠിക്കേണ്ടത് അങ്ങനെ തോന്നുന്നവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ അല്ലാതെ മടി പിടിച്ച് ഇതെപ്പോഴും മാറ്റി വെച്ച് രാത്രി വരെ മാറ്റി വെച്ചിട്ട് പിന്നെ അത് ചെയ്യാതെ പോകുന്നവരാണെങ്കിൽ അത് രാവിലെ എണീറ്റ് അപ്പോൾ തന്നെ ചെയ്യാം. അതായത് പഠിക്കുന്നത് എപ്പോഴാണ് തുടങ്ങുന്നത് ആ സമയത്ത് തന്നെ ചെയ്യാം. പിന്നെ അതേപോലെ റിവിഷന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഒരു 2 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. കാരണം നമ്മൾ റിവിഷൻ ചെയ്തില്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അപ്പം ഈ റിവിഷൻ ചെയ്യുന്ന സമയത്ത് വേറെ ടോപ്പിക്ക് ഞാൻ പഠിക്കുന്നില്ലല്ലോ, ഞാൻ കുറച്ചുകൂടി ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതുകൂടെ മാർക്ക് കിട്ടുമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ നിങ്ങൾ റിവിഷൻ ചെയ്യേണ്ട സമയത്ത് റിവിഷൻ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ഈ ഉള്ള മാർക്കും കൂടെ പോവും. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് പുതിയ കാര്യങ്ങൾ ഞാൻ പഠിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട. ആ സമയത്ത് റിവിഷൻ മാത്രം ചെയ്യുക എന്നുള്ളൊരു ഇതിലിരിക്കുക. ബാക്കി ബുക്കൊക്കെ എടുത്ത് മാറ്റുക, റിവിഷൻ ചെയ്യുന്ന ബുക്ക് മാത്രം വയ്ക്കുക. ഓക്കെ. പിന്നെ അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. എല്ലാ ദിവസവും ഒരു ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ ചിലപ്പോൾ ചെയ്യാൻ ഇപ്പോൾ ഒരു മോട്ടിവേഷൻ കാണത്തില്ല, പക്ഷേ എന്നാലും ഒരു 30 ക്വസ്റ്റ്യനെങ്കിലും ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു 20 ക്വസ്റ്റ്യനെങ്കിലും ഡെയിലി ചെയ്യാൻ നോക്കുക. അത് ഒത്തിരി സമയം എടുത്ത് ചെയ്യരുത്, വളരെ പെട്ടെന്ന് ചെയ്യണം. ഒരു കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ഫാസ്റ്റായിട്ട് ചെയ്യണം. പിന്നെ അതിലെന്താ തെറ്റുന്നത് എന്ന് നോക്കുക. കാരണം എന്നിട്ട് അതിന് ശേഷം ഓരോ ദിവസം കഴിയുന്നതോറും ഒരു ഫുൾ ടെസ്റ്റ് എഴുതുന്ന രീതിയിലേക്ക് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂട്ടുക. അപ്പോൾ അങ്ങനെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു ഫുൾ ടെസ്റ്റ് എഴുതുക. പിന്നെ ഏതാണോ വീക്ക് ആയിട്ടുള്ള നമുക്ക് പഠിക്കുമ്പോൾ ഏറ്റവും വീക്കായിട്ടുള്ളത് അത് മാറ്റി വെക്കാതെ അത് കൂടുതൽ പഠിക്കാൻ നോക്കുക. കാരണം എന്തായാലും എനിക്കുള്ളത് മതി, ഇനി അത് പഠിച്ച് ഇനി ഉള്ള മാർക്കൂടെ കളയണ്ട അങ്ങനെ ചിന്തിക്കരുത്. കാരണം നമ്മൾ പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് എല്ലാ ഭാഗവും കുറച്ച് എളുപ്പമാവും. നമുക്ക് പറയാൻ പറ്റത്തില്ല ഏത് ഭാഗത്തു നിന്നാണ് ടഫ് ക്വസ്റ്റ്യൻ വരുന്നത്. നമുക്ക് വളരെ നല്ലപോലെ അറിയാവുന്ന പോർഷനിൽ നിന്ന് നമുക്ക് ടഫ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പാടല്ലേ. ചിലപ്പോൾ നമ്മൾ ഒട്ടും പഠിക്കാത്ത ഭാഗത്തു നിന്ന് സിമ്പിൾ ക്വസ്റ്റ്യനൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഒരു ഭാഗവും വിടുന്നത് അത്ര നല്ലതല്ല. പിന്നെ കറണ്ട് അഫയേഴ്സിന് എല്ലാ ദിവസവും കുറച്ച് പഠിച്ചാൽ മതി. അല്ലാതെ ഒരു ദിവസം മൊത്തം ഇരുന്ന് കറണ്ട് അഫെയർ പഠിക്കാൻ നിന്നാൽ ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ കുറച്ചായിട്ട് എല്ലാത്തിനും സമയം മാറ്റിച്ചു വിടും. പിന്നെ ആവശ്യത്തിന് റെസ്റ്റ് എടുത്ത് കുറച്ച് റിലാക്സ് ആയിട്ട് വേണം പഠിക്കാൻ. പിന്നെ ടൈമർ വെച്ച് പഠിക്കുന്നത് നല്ലൊരു മെത്തേഡാണ്. 25 മിനിറ്റ്സ് വെച്ചിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്ത് അങ്ങനെ പഠിക്കാം. ഇനി ബ്രേക്ക് കൂടി പോകുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സമയം കൂടുതൽ പഠിക്കാം. 45 മിനിറ്റ്സ് ഒക്കെ പഠിച്ചിട്ട് ഒരു 15 മിനിറ്റ് 10 മിനിറ്റും കൂടെ ബ്രേക്ക് എടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങളായിട്ട് പറയാം. അപ്പോൾ ബൈ.